പ്രിയ കുട്ടികളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 83 തുടങ്ങുന്ന മോൾ സങ്കല്പനമാണ് നമ്മൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു വാക്കല്ലേ മോൾ. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കാനും രസമാണെന്ന് വിചാരിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ കാര്യം പറയുകയാണ്. ടീച്ചറിനോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ഫോൺ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സേവ് ചെയ്ത് നിങ്ങളുടെ പേരൊക്കെ ടീച്ചറിന് അയച്ചു തന്നാൽ അത് സേവ് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ മോൾ സങ്കല്പനം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ശ്രദ്ധയോടെ ഒന്ന് പഠിച്ചെടുത്താൽ മതി. കൺഫ്യൂഷനൊന്നും വരികയില്ല. നോക്കൂ, നമ്മൾ നിത്യജീവിതത്തിൽ രണ്ടെണ്ണം എന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും രണ്ടെണ്ണം എന്നല്ല, പലരും ഒരു ജോഡി എന്ന് പറയാറുണ്ട്. ഒരു ജോഡി ചെരുപ്പ് എന്ന് കേൾക്കുമ്പോൾ രണ്ട് ചെരുപ്പ് എന്നാണ് അർത്ഥം. പിന്നെ 12 പെൻസിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 12 എന്നതിന് പകരം എപ്പോഴും 12 പെൻസിൽ എന്ന് പറയുന്നില്ല, ഒരു ഡസൻ പെൻസിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ 12 എന്ന അക്കത്തിന് പകരമായിട്ടുള്ളൊരു വാക്കാണ് ഡസൻ. അതുപോലെ 2ന് പകരമായിട്ടുള്ള വാക്കാണ് ജോഡി. അങ്ങനെ പലതും ഉണ്ട്. നിത്യജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് ഈ രണ്ടെണ്ണമേ ഉപയോഗിക്കുന്നുള്ളൂ. സ്കോറൊന്നും നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നില്ല. എന്തായാലും ചില സംഖ്യകൾക്ക് പകരമായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡസൻ, ജോഡി തുടങ്ങിയ വാക്കുകൾ. അതുപോലെ വലിയൊരു സംഖ്യയെ സൂചിപ്പിക്കുന്ന വാക്കാണ് മോൾ. അപ്പോൾ ആ സംഖ്യ എത്രയാണെന്ന് നേരെ അങ്ങ് ശാസ്ത്രജ്ഞന്മാർ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സംഖ്യയാണ്. ആറ്റങ്ങളെയൊക്കെ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ആറ്റങ്ങളെയും തന്മാത്രകളെയും ഒക്കെ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു സംഖ്യയാണ് മോൾ എന്ന് പറയുന്നത്. ഇതാ നമ്മുടെ പുസ്തകത്തിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6.022 ഗുണം 10⁻23. വായിക്കാൻ ഒന്നുകൂടെ പറഞ്ഞങ്ങ് പഠിച്ചോട്ടോ. അത്രയും എണ്ണമുണ്ടെങ്കിൽ ആ അളവിനെയാണ് മോൾ എന്ന് പറയുന്നത്. ഇതെന്ത് വലിയ സംഖ്യയായിരിക്കും. ചെറിയ ധാരണ തരാം. 6 എഴുതിയിട്ട് 23 പൂജ്യം ഇട്ടിട്ട് വായിക്കാൻ നമുക്ക് പറ്റുമോ? സംഖ്യയായിട്ട് ഇവിടെ എഴുതിയിട്ട ഈ ബുക്കിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇവിടെ വരെ എഴുതേണ്ടി വരും അല്ലേ? 6 ഇട്ടിട്ട് 23 പൂജ്യം ഇടുന്ന പോലെ. അതാണ് 10⁻23 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സംഖ്യ ചുരുക്കി എഴുതുന്നത് ഇങ്ങനെയാണ്. 6.022 ഗുണം 10⁻23. 23 പൂജ്യം ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് 10⁻23 എന്ന് എഴുതിയാൽ മതി എന്ന് വളരെ ലളിതമായിട്ട് അങ്ങ് ഓർത്താൽ മതി. അപ്പോൾ അത്രയും എണ്ണത്തെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്. ഈ മോൾ എന്ന് പറയുന്ന ആ സംഖ്യയെ ഒരു പ്രത്യേക പേര് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ്റെ, അവഗാഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥം ഈ സംഖ്യയ്ക്ക് അവഗാഡ്രോ സംഖ്യ എന്നുകൂടിയാണ് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം. മോൾ എന്ന് പറയുന്ന അളവിൽ എത്ര കണികകളുണ്ട്? അപ്പോൾ നമ്മൾ പറയും ഈ സംഖ്യ എഴുതണം. അടുത്തിട്ട് അവഗാഡ്രോ സംഖ്യ ഏതാണ്? അപ്പോഴും നമ്മൾ 6.022 ഗുണം 10⁻23. ലളിതമായിട്ട് മോൾ സങ്കല്പനം തീർന്നില്ലേ? അടുത്ത പേജിൽ വീണ്ടും മോൾ സങ്കല്പനത്തെക്കുറിച്ച് കുറച്ച് വാക്കുകളും കൂടെ. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് മോള്. പദാർത്ഥങ്ങളുടെ നമ്മൾ മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്കൽ എന്ന് പഠിച്ചില്ലായിരുന്നോ? അതുപോലെ പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് മോള്. ആ മോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഖ്യ ഓർത്താൽ മതി. ഒരു ഉദാഹരണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വ്യക്തമാകും. 1 മോൾ ജലം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കൂ. നമ്മൾ 1 ഡസൻ പെൻസിൽ എന്ന് പറഞ്ഞാൽ 12 പെൻസിൽ എന്ന് പറയില്ലേ? അപ്പോൾ ആ ഡസൻ്റെ സ്ഥലത്ത് 12 ചേർത്താൽ പോരെ. അപ്പോൾ 1 മോൾ ജലത്തിൽ നമ്മൾ പറയും 6.022 ഗുണം 10⁻23 ജലതന്മാത്രേനെയാണ് 1 മോൾ ജലം എന്ന് പറയുന്നത്. എത്ര ലളിതമായ സങ്കല്പമാണ്. പക്ഷേ ഈ ലളിതമായ സങ്കല്പനം നമ്മുടെ രസതന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു രാസപ്രവർത്തനം നടത്തുമ്പോൾ അതിലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവയാണ് അഭികാരകം എന്ന് പറയുന്നത്. രാസപ്രവർത്തനം നടന്നു കഴിയുമ്പം കിട്ടുന്നതിനെയാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. അഭികാരകങ്ങളുടെയും
ഉൽപ്പന്നങ്ങളുടെയൊക്കെ എണ്ണം കൃത്യമായി പറയുന്നതിന് നമ്മൾ മോൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം വളരെ ചെറുതാണ്, ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡസനും ജോഡിയൊന്നും വെച്ച് പറയാൻ പറ്റില്ല. ആറ്റങ്ങളും തന്മാത്രകളും എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പമാണ് മോൾ എന്ന് പറയുന്ന സംഖ്യ. അല്ലെങ്കിൽ മോൾ എന്ന് പറയുമ്പോൾ ഈ സംഖ്യയാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ലളിതമായി ഓർത്താൽ മതി. അടുത്തതായി മോൾ സങ്കല്പനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനു മുമ്പ് അധിക വായനയ്ക്കായിട്ടുള്ളൊരു ചാർട്ടിൽ ആ നമ്മുടെ അവഗാഡ്രോ നമ്പർ അഥവാ മോൾ എന്ന ആ സംഖ്യ വന്നതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് ആദ്യകാലത്ത് എന്തൊക്കെയാണ്, പിന്നെ ഏറ്റവും നന്നായിട്ട് ആ സംഖ്യ കൃത്യതയോടെ ലാസ്റ്റ് കണ്ടുപിടിച്ച വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. മാറി മാറി അതിൻ്റെ വിലകൾ വന്നത് അതൊന്നും നമുക്ക് പഠിക്കാനില്ല. എങ്കിലും ഒരുപാട് വർഷങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കൃത്യമായിട്ട് കണ്ടുപിടിച്ച ഒരു സംഖ്യയാണ് ഈ അവഗാഡ്രോ സംഖ്യ എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആപേക്ഷിക ആറ്റോമിക മാസും മോളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇപ്പം മോൾ സങ്കല്പനവും തമ്മിലും മാസും തമ്മിൽ, ആറ്റോമിക മാസ്, ഇതൊന്നും ശക്തമായിട്ടൊന്നും കേൾക്കണ്ട. ആറ്റത്തിൻ്റെ മാസ്, ആറ്റോമിക മാസ്. ഇനി ആറ്റങ്ങളുടെയൊക്കെ മാസും മോളും തമ്മിൽ എന്തെങ്കിലും ബന്ധം, ഈ മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഓർക്കണം ആ സംഖ്യ, അന്നേരം മനസ്സിൽ തെറ്റില്ലാതെ സംഖ്യ വരണം, അത്രയും ചെയ്താൽ മതി. അപ്പോൾ ആറ്റങ്ങളുടെ മാസും മോൾ എന്ന ആ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താ? അതിനാദ്യം ആറ്റോമിക മാസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊരാറ്റത്തിൻ്റെ മാസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടി അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്, അതായത് നമ്മുടെ പൊക്കം പറയാൻ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന കുട്ടിയേക്കാളും ഹൈറ്റ് കുറവാണ്, ഇന്ന കുട്ടിയുടെക്കാളും ഇരട്ടി പൊക്കമുണ്ട് എന്നൊക്കെ ചിലരെ കുറിച്ച് പറയില്ലേ, അതുപോലെ നമ്മുടെ ആറ്റങ്ങളുടെ കാര്യത്തിൽ ആരുമായിട്ടാണെന്ന് താരതമ്യം ചെയ്യുന്നത്? കാർബൺ 12 എന്ന ആറ്റത്തിൻ്റെ മാസിൻ്റെ പകുതിയാണ്, 12 എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ആറ്റങ്ങളുടെ മാസ് പറയുന്നത്. അപ്പോൾ ആരെ അടിസ്ഥാനപ്പെടുത്തി? നമ്മുടെ ക്ലാസ്സിലെ ഏത് കുട്ടിയുടെ ഹൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ നമ്മൾ ചില ആവശ്യം വരുമ്പോൾ അങ്ങനെ എടുക്കാറില്ലേ, അപ്പം നമ്മൾ മറ്റു കുട്ടികളുടെ ഹൈറ്റ് പറയുന്നത്, അതുപോലെ ആറ്റങ്ങളുടെ മാസ് നമ്മൾ കണ്ടെത്തുന്നത് കാർബൺ 12 എന്ന് പറയുന്നത്. ഈ 12 എവിടെ നിന്ന് വന്നാൽ? ഈ കാർബണിൻ്റെ മാസ് 12. അങ്ങനെയായിട്ട് ഈ 12 എന്ന നമ്പർ വന്നത്. കാർബൺ 12 ആറ്റത്തിൻ്റെ, ആ കാർബൺ 12 എന്ന് പറയാൻ കാർബണിൻ്റെ മാസ് 12 ആയതുകൊണ്ട് നമുക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി കാർബൺ 12 എന്നും കൂടി ഇട്ടേക്കുന്നേ ഉള്ളൂ കേട്ടോ. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഭാഗത്തിന്, ആ 12 ഭാഗത്തിൻ്റെ എത്ര മടങ്ങാണ് ഒരു മൂലകത്തിൻ്റെ മാസ് എന്ന് പറയുന്നതാണ് ആറ്റോമിക മാസ്. ഇപ്പോൾ ഓരോരോ ഭാഗമായിട്ട് വെച്ച് കാർബൺ 12 എന്ന ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഭാഗത്തിൻ്റെ എത്ര മടങ്ങാണ്, എത്ര ഇരട്ടിയുണ്ട്, എത്രയുണ്ട് എന്ന് പറയുന്നതാണ് ഒരു ആറ്റത്തിൻ്റെ മാസ്. അതാണ് ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. അടുത്ത പേജിൽ നമുക്ക് പല ആറ്റങ്ങളുടെയും മാസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇത്രയും ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് തന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം പോയിൻ്റ് ഇട്ടുള്ള സംഖ്യയായിട്ട് ശരാശരി ആറ്റോമിക മാസ് തന്നിട്ടുണ്ട്. അതിനുശേഷം ആപേക്ഷിക ആറ്റോമിക മാസും തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടമൊക്കെ ആകും. ഇപ്പം ടീച്ചർ അതിന് കാരണം പറയാം. നമുക്കെപ്പോഴും കണക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഹൈഡ്രജൻ്റെ മാസ് 1 എന്നും ഓക്സിജൻ്റെ മാസ് 16 എന്നും സോഡിയത്തിൻ്റെ മാസ് 23 ഇതങ്ങ് എടുത്താൽ മതി. ഇത് പഠിച്ചാൽ മതി, തെറ്റാതെ പഠിച്ചാൽ മതി. പിന്നെ എന്താണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്? പോയിൻ്റൊക്കെ ഇട്ട് 1.0079 ഇത് കാണാതെ പഠിക്കണോ ടീച്ചറെ? കാണാതെ പഠിക്കണ്ട, ഇത് കാണാതെ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാസ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1, അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഇനി എന്താ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒരു ചാർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്ക് അറിഞ്ഞിട്ട് പോകാം. എന്തിനവരങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയണമല്ലോ. എന്തിനാണ് ഇങ്ങനെ പോയിൻ്റ് ഇട്ടുള്ള സംഖ്യയായിട്ട് ഇതെങ്ങനെ വന്നു
എന്നുള്ളത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രകൃതിയിൽ ഓരോ ആറ്റങ്ങൾ എടുക്കുമ്പോഴും ഹൈഡ്രജൻ എടുത്താൽ ഹൈഡ്രജൻ തന്നെ 3 തരം ഹൈഡ്രജൻ ഉണ്ട്. എന്തോ ഒരു ഓർമ്മ വരുന്നില്ല 9 പഠിച്ചത്, ഇനി പഠിച്ചില്ലേലും പറയാം. 3 തരം ഹൈഡ്രജൻ ഉണ്ട് പ്രകൃതിയിൽ. ചില ആറ്റങ്ങൾക്ക് 4 തരം, ചില ആറ്റങ്ങൾക്ക് 2 തരം എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉദാഹരണം പറഞ്ഞേക്കുന്നത് തന്നെ എടുക്കാം. ഇതിന് ടീച്ചറെ 3 തരം ഹൈഡ്രജൻ എനിക്ക് ഓർമ്മ വരുന്നില്ല 9 എന്ന് പറയുന്നവർക്ക് വേണ്ടി നിയോൺ എന്ന് പറയുന്ന ആറ്റം ഇത് കണ്ടോ, നിയോൺ 20 ഉണ്ട്, മാസ് 20 ഉള്ളതുണ്ട്, നിയോൺ മാസ് 21 ഉള്ളതുണ്ട്, നിയോൺ മാസ് 22 ഉള്ളതുണ്ട്. അപ്പോൾ ഇതെല്ലാ ടൈപ്പ് നിയോണിൻ്റെയും കൂടി ഒരു ആവറേജാണ് ശരാശരി മാസമായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ശരാശരി എടുക്കുന്നുണ്ട് 20 ഉണ്ട്, 21 ഉണ്ട്, 22ൻ്റെയും മാസ് ഉള്ളതുകൊണ്ട് ശരാശരി എടുക്കുമ്പോൾ അത് ദശാംശ സ്ഥാനമായിട്ട് വരുന്നു എന്ന് നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ദശാംശ സ്ഥാനമായിട്ട് വരാൻ കാരണം ഒരേ ആറ്റത്തിന് തന്നെ വ്യത്യസ്തമായി, ഈ വാക്ക് വേണേൽ ഓർത്തിരുന്നു, ഐസോട്ടോപ്പ് ഉണ്ട്. അധിക വായനയായിരുന്നു, അത് നിങ്ങളോട് ചോദിക്കുകയൊന്നും ഇല്ല കേട്ടോ. ടീച്ചർ അത് ശ്രദ്ധിച്ചില്ല, നിങ്ങളോട് ഇതൊക്കെ ചോദിക്കുമല്ലോ എന്ന് ഓർത്തങ്ങ് പറഞ്ഞതാ. എന്തായാലും കാര്യം മനസ്സിലായല്ലോ. അത് ഒന്നിലധികം ആറ്റങ്ങളുണ്ട്, അതിൻ്റെ ശരാശരി എടുക്കുന്നതാണ്. ഇനി അത് കൂടുതൽ പറയുന്നില്ല കേട്ടോ. നമുക്ക് പഠിക്കേണ്ടത് അതിൻ്റെ ആ പോയിൻ്റ് ഉള്ളതൊന്നും വേണ്ട, അത് ഒഴിവാക്കിയുള്ള ഭാഗം മതി. അതിനു വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും വേറെ കുറച്ച് ആറ്റവും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും എല്ലാ പോയിൻറ്റും വേണ്ട, വലിയ നമ്പരൊക്കെയാണ്. ആദ്യത്തെ ഒക്കെ ഒന്ന് നമുക്കൊന്ന് എടുത്തേക്കാമെന്ന് പറഞ്ഞ് എടുത്തേക്കുന്നേ ഉള്ളൂ. കോപ്പറിന് 63.5, ഇരുമ്പിന് 55.8, സിങ്കിന് 65.3, അലുമിനിയത്തിന് 27, നൈട്രജന് 14. ഇപ്പം നമുക്ക് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് 2 എണ്ണത്തിൻ്റെ അതിനകത്തുനിന്ന് കാണാതെ പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് വലിയ ആറ്റങ്ങളുടെയൊക്കെ മാസ് നമുക്ക് തരും. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നമുക്കിതൊക്കെ തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ വെച്ച് കണക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഈ സൈഡ് തൊട്ടാണ് ഞാൻ ചാർട്ട് പഠിപ്പിക്കുന്നത്, അപ്പോഴേ നിങ്ങൾ പഠിക്കും. നമുക്ക് നൈട്രജൻ എടുക്കാം, പറയാൻ എളുപ്പമുള്ള ഒരു ആറ്റം എടുക്കുകയാണ്. നൈട്രജൻ ആറ്റത്തിൻ്റെ എണ്ണം എടുത്തിരിക്കുന്നത് ഇതുണ്ട്, ഈ ചാർട്ടിൽ ആറ്റങ്ങളുടെ എണ്ണം 6.022 ഗുണം 10⁻23 എടുത്താൽ അതിനെ 1 മോൾന്ന് ഒറ്റയടിക്ക് പറയത്തില്ല. ഈ നമ്പർ എപ്പോഴും പറയണ്ടെങ്കിൽ 1 മോൾ നൈട്രജൻ ആറ്റമാണെന്ന് പറയാം. 1 മോൾ നൈട്രജൻ ആറ്റം എടുത്തിട്ട് അവരതിനെ തൂക്കി നോക്കിയപ്പോൾ അതിന് 14 ഗ്രാം വെയിറ്റ് കണ്ടു, മാസ് കണ്ടു. ഒന്നുകൂടെ പറയാം, ആറ്റങ്ങളുടെ എണ്ണം ഇത്രയും എടുത്തിട്ട് അതിനെ നമ്മൾ 1 മോൾ ആറ്റം എന്ന് പറയുന്നതിന് പ്രത്യേക കണക്കൊന്നും നമുക്ക് വേണ്ട. ഈ ഇത്രയും എണ്ണം എടുത്താൽ അത് 1 മോൾ ആറ്റമാണെന്ന് പറയാം. 1 മോളിനെ ഒന്ന് വെയിറ്റ് എടുത്തപ്പോൾ അത് 14 ഗ്രാം ആണെന്ന് കണ്ടു. ആ 14 ഗ്രാം ആ ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് ആയിരുന്നു. ഇനി നേരെ തിരിച്ച് ടീച്ചർ പറയാം. ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് ഗ്രാമിലാക്കി നമ്മൾ അത്രയും വെയിറ്റ് ആ ആറ്റം എടുത്താൽ ഇത് ആറ്റത്തിൻ്റെ മാസ് പറഞ്ഞ ആറ്റോമിക മാസ് എത്രയാണ്? 14. ആ 14 അത്രയും ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആറ്റങ്ങളുടെ എണ്ണം 6.022 ഗുണം 10⁻23 ആയിരിക്കും. അതിനെ നമുക്ക് ചുരുക്കി 1 മോൾ ആറ്റം ഉണ്ടെന്ന് പറയാം. അതേ കാര്യമാണ് മുകളിൽ അലുമിനിയം, നമുക്ക് പരിചയമുള്ളൊരു ആറ്റം തന്നെയാണ്, അതും പറയാം. അലുമിനിയത്തിൻ്റെ 1 മോൾ ആറ്റം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എത്ര എണ്ണം എടുക്കണം? നിങ്ങൾ അതിന് എത്ര എണ്ണം എടുക്കണം? 6.022 ഗുണം 10⁻23 എണ്ണം അലുമിനിയം ആറ്റം എടുക്കണം. അതിൻ്റെ മാസ്, ആറ്റോമിക മാസ് ഗ്രാമിലെടുത്തങ്ങ് പറഞ്ഞാൽ മതി, ഗ്രാം ആറ്റോമിക മാസ്. ഇനിയും ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയാം. അലുമിനിയത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസ് എത്രയാണ്? പരീക്ഷാ ചോദ്യമാണ്. അലുമിനിയത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസ്, അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം. അതിൻ്റെ ആറ്റോമിക മാസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. 1 ഗ്രാം എന്നും കൂടി ഇട്ട് പറഞ്ഞാൽ മാർക്കായി. അലുമിനിയത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസിൻ്റെ കൂടെ 1 ഗ്രാം എന്നും കൂടെ ഇടാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എത്ര എളുപ്പമാണ്! ഗ്രാം ആറ്റോമിക മാസ് എഴുതി.
ആ ഗ്രാം ആറ്റോമിക മാസിൽ എണ്ണം എപ്പോഴും ചില സാധനങ്ങൾ നമ്മൾ തൂക്കി നോക്കിയാൽ നമ്മൾക്ക് കൃത്യമായിട്ട് ചില വസ്തുക്കൾ 10 എണ്ണം എടുത്താൽ 10 ഗ്രാം ഉണ്ടെന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. 27 ഗ്രാം എടുത്താൽ, അലുമിനിയം 27 ഗ്രാം എടുത്താൽ അതിൻ്റെ ആറ്റോമിക് മാസ് ആണ് 27. അത് 27 ഗ്രാം എടുത്താൽ അതിൽ ഒരു മോൾ ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ എണ്ണ ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അങ്ങനെയാണ് ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ചാർട്ടാണ്. ഈ ചാർട്ടിൽ നോക്കുമ്പോൾ ആറ്റങ്ങളുടെ എണ്ണം ഇതാണെങ്കിൽ മോളെന്ന് പറയാം. ഒരു മോൾ എടുത്താൽ അതിൽ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് ഗ്രാമിലെടുത്ത ഭാരമുണ്ടായിരിക്കും. അതിനെ ഗ്രാം ആറ്റോമിക മാസ് എന്നാണ് പറയുന്നത്. ഇനി അതൊരു പ്രസ്താവനയായിട്ട് എഴുതിയിട്ടേക്ക് നോക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എടുത്തിട്ട് അത്രയും ഗ്രാം അളവിൽ ആ മൂലകം ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് എങ്കിൽ, ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസിൻ്റെ അത്രയും ഗ്രാം 14 ആണെങ്കിൽ 14ൻ്റെ അത്രയും ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ 6.022 ഗുണം 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. എണ്ണി നോക്കിയാൽ ആ തൂക്കം എടുത്തു കഴിയുമ്പോൾ അതിൽ ഇത്രയും എണ്ണം ആ ആറ്റം ഉണ്ടായിരിക്കും. എത്ര എണ്ണം ആ ആറ്റം ഉണ്ടായിരിക്കും? അത് നമുക്ക് ചുരുക്കി ഒരു മോൾ ആറ്റം ഉണ്ടായിരിക്കും എന്ന് പറയാം. വീണ്ടും പറഞ്ഞു തരികയാണല്ലോ. നോക്കിക്കേ, അടുത്ത പേജിൽ പറഞ്ഞേക്കാണ് ഗ്രാം ആറ്റോമിക മാസ് എന്നാണ്. അതിൻ്റെ കൂടെ ഒരു ഗ്രാം, ആറ്റോമിക മാസിൻ്റെ കൂടെ ഒരു ഗ്രാം ചേർത്താൽ ഗ്രാം ആറ്റോമിക മാസ് എന്നാണ് പറയുന്നത്. ഗ്രാം ആറ്റോമിക മാസിൽ ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതും നമ്മൾക്ക് ഒരു ബ്രാക്കറ്റിൽ ഒരു ബോക്സിൽ ഇട്ട് വെക്കാം. ഗ്രാം ആറ്റോമിക മാസിൽ ഒരു മോൾ ആറ്റങ്ങളുണ്ട്. ആ ചാർട്ടിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ പലതരം പദാർത്ഥം എടുത്തു. 2 പദാർത്ഥം നമുക്ക് പറയാം. തൊട്ട് മുമ്പ് നൈട്രജനും എടുത്തു, അലുമിനിയവും എടുത്തു. എന്തൊക്കെ എടുത്തായിരുന്നു? നൈട്രജനും അലുമിനിയം എടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു മോൾ എടുത്തു കഴിയുമ്പം എണ്ണം ഒരുപോലെയാണ്, എണ്ണത്തിൻ്റെ കോളം ഒരുപോലെയാണ്. പക്ഷേ അതിൻ്റെ മാസ്, ആറ്റോമിക മാസ് അനുസരിച്ച് വ്യത്യാസമാകുന്നു. വ്യത്യസ്ത വലിപ്പമുള്ള ആറ്റങ്ങളായതുകൊണ്ട് അവരുടെ ഒരേ എണ്ണമായിട്ടും അളവിൽ വ്യത്യാസം വരുന്നു. ഇതാണ് ചോദ്യം, ഇതാണ് ഉത്തരം. അവർക്ക് ഒരേ എണ്ണമായിട്ടും മാസിൽ ഒരാൾക്ക് 14 ഗ്രാം, ഒരാൾക്ക് 27 ഗ്രാം മാസ് വ്യത്യാസം വരികയാണ്. അതിൻ്റെ കാരണം അവരുടെ വലിപ്പം വ്യത്യാസമായതുകൊണ്ടാണ്. ആറ്റങ്ങളുടെ മാസ് ആറ്റോമിക മാസ് അല്ലേ എന്ന് വളരെ എളുപ്പമായിരുന്നു. അതുപോലെ അടുത്ത ഒരു മാസ് കൂടി പഠിക്കണേ, ആറ്റങ്ങളുടെ മാസ് ആറ്റോമിക മാസ്. അപ്പോൾ ഒരു തന്മാത്രയുടെ മാസിനെയാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്ത് സാധന? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ CO2 എന്ന് എഴുതുന്ന ഓർക്കണില്ലേ? അതായത് കാർബൺ എന്ന ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ബന്ധനത്തിൽ ഏർപ്പെട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു തന്മാത്രയാണ്. ഒരു പ്രാവശ്യം എഴുതുമ്പോൾ ഒരു തന്മാത്ര. ഇനി നമ്മൾ 2 CO2 എന്ന് എഴുതിയാൽ 2 തന്മാത്ര. വേറെ കാര്യമൊന്നുമില്ല, അത്രയും ലളിതമാണ്. അപ്പോൾ അതിൻ്റെ മാസ് കണക്കാക്കുന്നതാണ് ഇനി നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ടീച്ചർ തന്നെ നിങ്ങളെയൊക്കെ അത് എഴുതി പഠിപ്പിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയുടെ ഭാരം മോളിക്കുലാർ മാസ് എന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ പുസ്തകത്തിൽ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ കണക്കറിയാവുന്നവരും ഇല്ലാത്തവരും എല്ലാം ആ തന്മാത്രാഭാരം കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചർ കുറച്ചുകൂടി ലളിതമായ ഒരു മെത്തേഡാണ്, ഒരു രീതിയാണ് എടുക്കുന്നത്. എനിക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടണമെന്നാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ലളിതമായൊരു രീതിയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്ന് പറയുമ്പം അതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്കതിൻ്റെ തന്മാത്രാ സൂത്രം തരും. അതിൽ നിന്ന് നമുക്ക് സൂക്ഷിച്ചു നോക്കിക്കേ, ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അത് മനസ്സിലാത്ത ആരുമില്ല. എന്നിട്ട് അതിൻ്റെ തന്മാത്രാഭാരം എടുക്കാൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റേത് ഞാൻ ഒരു പ്രാവശ്യം എഴുതും. കണ്ടോ, എന്നാൽ ഒരു കാർബണേ ഉള്ളൂ. ഓക്സിജൻ്റേത് ഞാൻ 2 പ്രാവശ്യം എഴുതും, കാരണം 2 എണ്ണം ഉണ്ട്. ഇനി എല്ലാം കൂടെ ഞാൻ കൂട്ടും. 6 2 8, 8 6 14, 1 ശിഷ്ടം, 1 1 2, 1 3 1 4. നന്നായിട്ട് നിങ്ങൾ കൂട്ടിക്കോട്ടോ. അപ്പം 44 ഗ്രാം. ഗുണിക്കാനും പോയില്ല, ഒന്നും പോയില്ല. എന്താ ചെയ്തേ?
കാർബൺ ഡൈ ഓക്സൈഡ് അതും നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ തരും, നമുക്ക് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഓക്സിജൻ്റെ. അങ്ങനെ മാസ് കിട്ടി. കണ്ടോ 44 നമുക്കും കിട്ടി. അപ്പോൾ 44 കിട്ടി. അപ്പോൾ ഇനി ഏതിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനു വേണ്ടി എല്ലാം പറ്റുമോ എന്നറിയാൻ നമുക്കിവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയ്ക്ക് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമുക്കിങ്ങനെ ആറ്റോമിക മാസൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ആ തന്നേക്കുന്നത് നമ്മൾ കൂട്ടിയെടുത്താൽ മതി മോളിക്കുലാർ മാസ് കിട്ടാൻ. മോളിക്കുലാർ മാസ് അഥവാ തന്മാത്രാ ഭാരം എന്ന് കൂടി എഴുതിക്കോട്ടോ. തന്മാത്രയുടെ ഭാരം, തന്മാത്രാ ഭാരം, അത് ഈ രാസസൂത്രത്തിൽ എത്രയുണ്ടോ അത് കൂട്ടിയാൽ മതി. ഇപ്പം ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. ഇതിൽ സൂക്ഷിച്ചങ്ങ് നോക്കുക, നമുക്കിതിനകത്തൊന്നും തെറ്റുവരരുത്. ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ പേപ്പറിൽ എങ്ങനെ കൂട്ടിയാൽ മതി, നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി 16 2 പ്രാവശ്യം കൂട്ടിയെടുത്തു. കാരണം 16 + 16 32. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് തെറ്റില്ലാതെ കിട്ടും. നല്ല കോൺഫിഡൻസ്, നല്ല ആത്മവിശ്വാസം, തെറ്റിയിട്ടേ ഇല്ല. അടുത്ത് നമുക്ക് അമോണിയയുടെ നോക്കാം. അമോണിയയുടെ നമുക്കുണ്ടോ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും വരില്ലെന്നേ. അമോണിയയിൽ എല്ലാവരും സൂക്ഷിച്ച് നോക്കണം. പക്ഷേ നൈട്രജൻ 1 പ്രാവശ്യം, അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് 14 എഴുതി. 1 പ്രാവശ്യം എഴുതിയാൽ മതി. ഹൈഡ്രജൻ 3 പ്രാവശ്യം. 1 എന്നുള്ളത് എത്ര പ്രാവശ്യം എഴുതണം, 3 തവണ എഴുതണം. അങ്ങനെയാകുമ്പം 4 5 6 7 1 17 കിട്ടിയത് കണ്ടോ. ഒരെണ്ണം പോലും തെറ്റുന്നുണ്ടോ, ഇല്ല. ഇനി നമുക്ക് H2O നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പ്രാവശ്യം നമ്മൾ ഹൈഡ്രജൻ്റെ എഴുതുന്നു. ഹൈഡ്രജൻ്റെ ഒന്ന് പറഞ്ഞ് 1 ആയിരുന്നു, അത് നമ്മൾ 2 പ്രാവശ്യം എഴുതി. ഓക്സിജന് ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കി എത്ര എണ്ണം ഉണ്ട്, 1 എണ്ണം, അതുകൊണ്ട് 16 എഴുതി. എഴുതി തെറ്റിപ്പോയില്ല, ഇങ്ങനെ ആയിരുന്നു എഴുതണ്ടേ അല്ലേ. ഓക്കെ 16. 6 1 7 7 1 8. ഓക്കെ 18. സന്തോഷമായിട്ട് ഇവിടെ പോയി 18 എന്ന് എഴുതിക്കുന്നു. ഇനി നമുക്ക് നൈട്രജൻ എന്ന് ചെറുതൊരെണ്ണമുണ്ട്, അത് വളരെ പെട്ടെന്ന് കൂട്ടാലോ. 2 പ്രാവശ്യം നൈട്രജൻ ഇത് കാണത്തില്ല, N2 2 പ്രാവശ്യം. അതുകൊണ്ട് നൈട്രജൻ എത്ര പ്രാവശ്യമാണ്, 2 പ്രാവശ്യം. 14 + 14 ചെയ്താൽ മതി. അപ്പം നമുക്കത് 28 എന്ന് ഇവിടെ കിട്ടും. 28 14 + 14. ഇനി നമുക്ക് 2 വലിയ തന്മാത്രകളാണുള്ളത്. അതും ഈ രീതിയിൽ തന്നെ കൂട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം. മറ്റു രീതിയിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് മനസ്സിലായവർക്ക് അങ്ങനെ ചെയ്യാം. ടീച്ചർ ഈ ചെയ്ത രീതി ഇച്ചിരി സമയം എടുക്കും, എങ്കിലും ഒട്ടും തെറ്റുകയില്ല, വളരെ ലളിതവുമാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ കണ്ടെത്തി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ടീച്ചർ പറഞ്ഞു തരാതെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തതായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടേണ്ട 2 തന്മാത്രകളുടെ മോളിക്കുലാർ മാസ്, തന്മാത്രാ ഭാരമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി സമയം എടുത്തല്ലേ, ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, രസമുണ്ടെന്ന് ടീച്ചർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരേണ്ടത്. എന്നിട്ടേ മുന്നോട്ട് പോകാവൂ. 2 കാര്യവും കൂടെ ഉണ്ട്. ഒന്ന്, ടീച്ചർ അത് എല്ലാം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒത്തിരി വലുതാകും. പ്രിയപ്പെട്ട കുട്ടികൾ വീഡിയോ കാണാതെ ഇട്ടിട്ട് പോയാൽ മാർക്ക് കുറഞ്ഞാലോ എന്നുള്ളതും കൂടെ ഓർത്തിട്ടാണ് ടീച്ചർ അതെല്ലാം അങ്ങനെയുള്ള ഒത്തിരി നീളമുള്ളത് ചെയ്യാത്തത്. നിങ്ങൾ ചെയ്തിട്ട് കഴിയുമ്പോൾ ശരിയാണെങ്കിൽ ശരിയെന്ന് ടീച്ചർ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് ഇവിടം തൊട്ട് നമുക്ക് മനസ്സിലാകേണ്ടത്. അടുത്ത പേജ് നല്ലൊരു ചാപ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്റർ 2 എണ്ണം പഠിപ്പിക്കുന്നതും ഈ ചാപ്റ്ററിലെ മോൾ സങ്കല്പന സൂപ്പറായിട്ട് പഠിച്ച് പരീക്ഷയുടെ ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഈ പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യോത്തരങ്ങളും കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന സംയുക്തം പഠിച്ചാൽ ബാക്കി സംയുക്തം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് കിട്ടും. അല്ലാതെ എല്ലാം കൂടി പഠിക്കാനല്ല നോക്കുന്നത്. ആദ്യം കിടന്നേക്കുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വന്നേക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ ബാക്കി പറയേണ്ടതില്ല, അത്ര പെട്ടെന്ന് പിടി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. NH3 എന്ന് പറയുന്ന ഒരു സംയുക്തം, NH3. നമുക്ക് കൂടുതലൊന്നും അതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. NH3 എന്ന് പറയുന്ന ആ സംയുക്തത്തിൽ ഒരു N ഉണ്ട്, 3 H ഉണ്ട്. അത്ര അറിഞ്ഞാൽ മതി ഈ കണക്ക് ചെയ്യുന്നതിന്. ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി വിശദീകരിക്കാം. N ഉണ്ട്, ഒരു N ഉണ്ട്, 3 H ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് ഒരു N ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് തരും.
14, എച്ചിന് 1. അപ്പോൾ ഒരു പ്രാവശ്യം എന്നും ഒരു പ്രാവശ്യം എൻ എന്ന് പറയുമ്പം ഒരു 14 എഴുതിയാൽ മതി കേട്ടോ. എന്നിന് 14. 3 പ്രാവശ്യം എച്ച്, അപ്പം 3 ഒന്നുകൾ ഇടണം. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 17. ആ 17 അതിൻ്റെ തന്മാത്രാഭാരം അഥവാ മോളിക്കുലാർ മാസ്. അതെല്ലാവർക്കും കണ്ടുപിടിക്കാം. അത് ഗ്രാമിൽ അവരൊന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിത് മുമ്പേ പരിചയമുണ്ട്. മാസ് കണ്ടുപിടിക്കുന്നു, ആറ്റത്തിൻ്റെ മാസാണ് ആറ്റത്തിൻ്റെ മാസ് എഴുതുന്നു, അത് ഗ്രാമിൽ എഴുതുന്നു, നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ എഴുതിയിട്ട് അതിനെ ഗ്രാമിലേക്കാക്കി ആ 17 ഗ്രാം നോക്കിയപ്പോൾ അതിൽ NH3 എന്ന് പറയുന്ന തന്മാത്രകളുടെ എണ്ണം, NH3 എന്ന് പറയുന്നത് ഇത് മൊത്തം, ഇത് ഒരെണ്ണമായിട്ട്, ഇതിപ്പോൾ ഒരെണ്ണം, ആ ഒരെണ്ണത്തിൻ്റെ മാസ് ഗ്രാമിലെടുക്കുകയാണെങ്കിൽ അതിൽ NH3 എത്ര എണ്ണമുണ്ട്? 6.022 ഗുണം 10⁻23. അഥവാ 1 മോൾ NH3 തന്മാത്രകളുണ്ട്. 1 മോൾ NH3 തന്മാത്രകളുണ്ട്. പതുക്കെ ഒന്ന് ആലോചിച്ച് പറഞ്ഞത് എന്നതാണെന്ന്. മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തു. ആ മോളിക്കുലാർ മാസിൻ്റെ അത്രയും ഗ്രാമിൽ നമ്മൾ പ്രസ്താവിച്ചു. ആ ഗ്രാമിൽ എടുത്തതിനകത്ത് NH3യുടെ എത്ര NH3കൾ കിടപ്പുണ്ടെന്ന് എണ്ണി നോക്കിയപ്പോൾ അതിൽ 6.022 ഗുണം 10⁻23 NH3 തന്മാത്രകളുണ്ട്. ആറ്റങ്ങൾ നല്ല പറയേണ്ടത്, ഇത് സംയുക്തമാണ്, അതിൻ്റെ തന്മാത്രകളാണ്. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, അത് നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ടീച്ചർ നേരെ എഴുതുകയാണ്. 1 കാർബണും 2 ഓക്സിജനും താഴെ എഴുതി കണ്ടുപിടിച്ചതാണ്. അപ്പം 44 കിട്ടിയായിരുന്നു. ആ 44 ഗ്രാം എടുക്കുകയാണ് എങ്കിൽ അത് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എടുത്തു വെച്ചാൽ അത് അതിനകത്ത് എത്ര കാർബൺ ഡയോക്സൈഡുകളുടെ എണ്ണം കാണും? CO2 എത്ര എണ്ണം കിടപ്പുണ്ടായിരിക്കും? 6.022 ഗുണം 10⁻23 എണ്ണം കിടപ്പുണ്ടായും. അതുകൊണ്ട് നമ്മൾ പറയും അത് 1 മോൾ തന്മാത്രകളാണ്. ആറ്റങ്ങളും തന്മാത്രകളും എണ്ണാൻ ഉപയോഗിക്കുന്നതാണ് ഈ മോൾ എന്ന വാക്ക്. അപ്പോൾ അത് 1 മോൾ തന്മാത്രയാണ്. ഇനി ജലതന്മാത്രയാണ്. ഈ ജലതന്മാത്രയുടെയും മോളിക്കുലാർ മാസ് അഥവാ തന്മാത്രാ ഭാരം എഴുതുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നതാണ്? 2 ഹൈഡ്രജൻ. ആരോടും ചോദിക്കേണ്ട, കണ്ണ് നമുക്ക് കാണാം. ഓരോ ഹൈഡ്രജൻ വീതം. അപ്പോൾ 1 ഒരു ഓക്സിജൻ ഉണ്ട്. അത് 16 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി ഇപ്പം 18. ശരിയല്ലേ? 18. ആ 18 അതിൻ്റെ മോളിക്കുലർ. അപ്പോൾ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ പേജിലും പഠിപ്പിച്ചു, ഇവിടെയും പഠിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് 1 ഗ്രാം, അത്രയും ഗ്രാം ഒരു പാത്രത്തിലേക്ക് ജലതന്മാത്ര എടുത്തു. എണ്ണി നോക്കിയപ്പോൾ അത് മോളിക്കുലാർ മാസ് ഗ്രാമിലെടുത്തതാണെങ്കിൽ അത് 6.022 ഗുണം 10⁻23 ഉണ്ടാകും. ഈ സംഖ്യയ്ക്ക് പറയുന്നത് 1 മോൾ എന്നാണ്. ഒരു പ്രാവശ്യം ഈ സംഖ്യ ഉണ്ടെന്ന് പറയുന്നത് 1 മോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പെയറൊക്കെ 2 പെയർ എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ലേ? അപ്പോൾ ഇവിടെ ഇനി മാറിയൊക്കെ വരും. 1 മോളാണെങ്കിൽ ഇത്ര എണ്ണം, 2 മോളാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറയും. 2 ഡസൻ ഉണ്ടെങ്കിൽ 1 ഡസൻ 12, 2 ഡസൻ ഉണ്ടെങ്കിൽ 2 ഗുണം 12 അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 മോളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ഗുണം ഗുണിച്ചൊന്നും എഴുതണ്ട. അത്ര എളുപ്പമാണിത്. 2 ഗുണം എന്നിട്ട് ഇതങ്ങ് എഴുതി വെച്ചാൽ മതി. അത് വരുമ്പം പറഞ്ഞു തരാം കേട്ടോ. ഇനി NO2വിൻ്റെ മാസ് വളരെ സുഖമാണ്. എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത്. 14 ഒരു പ്രാവശ്യം, ഓക്സിജൻ 2 പ്രാവശ്യം. അപ്പോൾ 48 കിട്ടും. 48 ഗ്രാം എടുത്താൽ ഇതിൻ്റെ മോളിക്കുലാർ മാസ് അത്രയും ഗ്രാം എടുത്താൽ അത് 1 മോളായിരിക്കും. ഇനി നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് തിരിച്ചു പറയാം. അതായത് 1 മോൾ NH3 എടുത്താൽ അതിന് അതിൻ്റെ മോളിക്കുലാർ മാസിൻ്റെ അത്രയും മാസായിരിക്കും. അതിൽ ഇത്രയും NH3 തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയാം. ഇത്രയും ഗ്രാം എടുത്താൽ അത് 1 മോളായിരിക്കും.
അതിൽ ഇത്രയും എണ്ണം ഉണ്ടായിരിക്കും. അല്ലെ ഇത്രയും എണ്ണം എടുത്താൽ അത് 1 മോളായിരിക്കും, അതിൽ ഇത്രയും മാസ് ഉണ്ടായിരിക്കും. ആ മാസ് എവിടെ നിന്ന് കിട്ടും? ഇതിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നിന്നും കിട്ടും. അടുത്ത സംയുക്തവും കൂടെ ഇത് കിടക്കുന്നതാണ് വലുതായിട്ട് ടീച്ചർ പറഞ്ഞു തന്നില്ലെന്ന് വരൂലേ. CA എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കുക, അതിൻ്റെ മാസ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. CA എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വായിക്കണം. അപ്പോൾ അതിന് 40, അത് ഒരെണ്ണേ ഉള്ളൂ, അത് 40. അടുത്തതായിട്ട് അതിൽ ഒരു CA 12, 3 ഓക്സിജൻ 16, ഒരു 3 പ്രാവശ്യം, 16 ഒരു 3 പ്രാവശ്യം. എഴുതിയത് കാണത്തില്ലായിരുന്നല്ലേ, ഇങ്ങനെ എഴുതിക്കോണം. അങ്ങനെ എഴുതി കഴിയുമ്പം നമുക്ക് ഇത് കൂട്ടിയെടുത്ത് കഴിയുമ്പം കൃത്യം ഒരു 100 അല്ലെങ്കിൽ പറഞ്ഞേക്കണേ 100 ഗ്രാം. 100 ഗ്രാം എടുത്താൽ അതിൽ ഈ ഒരു തന്മാത്ര CaCO3 എന്ന തന്മാത്ര 1 മോൾ ഉണ്ടായിരിക്കും, അതിൽ ഈ എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വളരെ ലളിതമല്ലേ ആ കാര്യങ്ങളെല്ലാം. ഇതേ ചാർട്ട് തന്നെ ശരിക്കും പഠിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ട് വീണ്ടും താഴെ പറഞ്ഞിട്ടുണ്ട്, നമുക്കവിടെ ഒന്ന് നോക്കാം. ഈ ചാർട്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും പലപ്പോഴും ഇങ്ങനെ ചാർട്ടായിട്ട് തന്നെയാണ് കേട്ടോ. കണ്ടോ, തൊട്ട് താഴെയുണ്ട്. അപ്പോൾ ആ ചാർട്ടിലേയും കൂടെ പഠിച്ചു കഴിയുമ്പം ഈ മോൾ സങ്കല്പനവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ചോദ്യങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മോളാർ മാസ് അഥവാ തന്മാത്രാ ഭാരം കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് ഒരു നൈട്രജനും, അതുകൊണ്ട് അങ്ങോട്ട് എഴുതുന്നേ ഉള്ളൂ കേട്ടോ, സമയം വെറുതെ കളയുന്നില്ല. ഇതെല്ലാം തൊട്ട് മോളിൽ ചെയ്തതാണ്. ഇതിങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നവർക്ക് 360. തൊട്ട് മുമ്പ് ഒരെണ്ണം ചെയ്തായിരുന്നു, അതിനകത്ത് ചെയ്തപ്പം കിട്ടാത്തവർക്കൊന്ന് നോക്കാം. ബാക്കിയെല്ലാം ഇതെല്ലാം ഇതിൻ്റെ മാസുകൾ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യം സോഡിയത്തിൻ്റേത് അത് 23, ഒരു പ്രാവശ്യം ക്ലോറിൻ്റേത് അത് 35.5, അങ്ങനെ ഓരോ പ്രാവശ്യം കൂട്ടിക്കഴിയുമ്പോൾ 58.5. ഇനി ആ മാസ് എല്ലാം ഗ്രാമിലേക്ക് എഴുതുന്നതാണ് തന്മാത്രാഭാരം അല്ലെ മോളാർ മാസ്. ഗ്രാമിലെഴുതി. അയ്യോ ഇവിടെ തെറ്റിപ്പോയി കേട്ടോ, അത് ഗ്രാമിൽ എഴുതിയേക്കുന്നതല്ല, ഇവിടെ മാറ്റമുണ്ടല്ലേ. അപ്പോൾ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്മളതെല്ലാം മോളാർ മാസ് എഴുതാൻ പറഞ്ഞ് ആരോടെങ്കിലും ചോദിച്ചാൽ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രാം എന്നുകൂടി ഇടണം, കാരണം അത് മോളാർ മാസാണ്. അതെഴുതാൻ തെറ്റരുത്, ഗ്രാം എഴുതിയാലേ അത് മോളാർ മാസ് ആവുകയുള്ളൂ. അതിനുശേഷം ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കുറച്ച് മാസ് 85 ഗ്രാം എടുത്താൽ ഇത് എത്ര മോൾ ഉണ്ടായിരിക്കുന്നു നോക്കണം. നമുക്കറിയാം 17 ഗ്രാമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളതെങ്കിൽ അത് 1 മോളാണ്. പതുക്കെ കേട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. 17 തൊട്ട് മോളിൽ കണ്ടതല്ലേ, 17 ഗ്രാം എടുത്താൽ 1 മോളാണ്. ഇത് 44 ഗ്രാം എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് 1 മോളാണ്. 18 ഗ്രാം വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ, ജലമാണ് എടുക്കുന്നതെങ്കിൽ അത് 1 മോളാണ്. പക്ഷേ ഇവിടെ മാസ് മാറി തന്നിരിക്കുന്നു 85 ഗ്രാം. ഇവിടെ അതിനൊരു സമവാക്യമുണ്ട്. ആ സമവാക്യം ഈ തൊട്ട് മോൾ പഠിപ്പിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന മാസ് ഭാഗം മോളാർ മാസ്, തന്നിരിക്കുന്ന മാസ് ഭാഗം മോളാർ മാസ് ചെയ്താൽ മോളുകളുടെ എണ്ണം കിട്ടും. എളുപ്പമല്ലേ? തന്നിരിക്കുന്ന മാസ് 85, 85നെ 17 കൊണ്ട് ഹരിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇവിടെ അതുകൊണ്ട് എഴുതുവാണേ. 85 ഭാഗം 17. ഇവിടെയോ 220 ഭാഗം 44. ഇവിടെയോ 92 ഭാഗം 48. 360 ഭാഗം 360. തന്നിരിക്കുന്ന മാസിനെ മോളാർ മാസ് കൊണ്ട് ഹരിച്ചാൽ മതി. 1170 ഭാഗം 58.5. കാരണം ഒന്നും കണ്ട് ഓടണ്ട. അപ്പോൾ ഇത് ഹരിക്കാൻ പഠിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഹരിച്ചു കഴിയുമ്പം ഓരോന്നിൻ്റെയും ഹരിച്ച് കിട്ടുന്നതാണ് മോളുകളുടെ എണ്ണം. അപ്പോൾ ആ മോളുകളുടെ എണ്ണം നിങ്ങൾ തന്നെ ഹരിച്ച് നമുക്കിവിടെ എഴുതേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹരിക്കുന്ന ഒന്നും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഹരിക്കാൻ നിങ്ങൾ എന്ത് വില കൊടുത്തും പഠിക്കണം. ടീച്ചറിന് സമയം ഉണ്ടെങ്കിൽ ടീച്ചർ അതിൻ്റെ വീഡിയോ തരാമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സമയം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത് ഓരോന്ന് ഹരിക്കും. ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ.
അത് മുകളിൽ ചെയ്തപ്പോൾ ഒരു 2 കൂടുതലായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ 46 മുകളിൽ ഒന്ന് തിരുത്തിയേരെ. NO2-ൻ്റെ മാസ് 46 ഇതെല്ലാം കൂട്ടി കണ്ടുപിടിക്കുമ്പം 46 ഒരു 14 2 16 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 46 വരുള്ളൂ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഇത് ഹരിച്ചെഴുതണം. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വിടുന്നു. ഇനി ഇതിനകത്ത് ഒരെണ്ണമാണെങ്കിൽ ഇപ്പോൾ ഒരു മോളാണ്, മോളുകളുടെ എണ്ണം എത്ര എന്നാണ് ഈ കോളത്തിൽ. ഒരു മോളാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വിഷമിക്കാനില്ല. ഒരു പ്രാവശ്യം 6.022 ഗുണം 10⁻23 എന്ന് എഴുതി വെച്ച് ഫുൾ മാർക്ക് വാങ്ങാം. ഇനി അടുത്തതിനും വിഷമിക്കാനില്ലെന്നേ. ഒരു മോളാണെങ്കിൽ മോളുകളുടെ എണ്ണം ഇവിടെ നോക്കണം. 1 2 മോളാണെങ്കിൽ ഇത് 2 പ്രാവശ്യം എഴുതില്ല. 2 ഗുണം 6.022 ഗുണം 10⁻23 എന്ന് എഴുതി. അപ്പോൾ ചിലർക്കൊരു സംശയം, ടീച്ചർ ഇതെല്ലാം ഗുണിച്ചെഴുതണോ? വേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതുപോലെ അടുത്തത് ഇത് ചെയ്യുമ്പോൾ 5 മോളുണ്ട്. 1 മോളാണ്, അത് വെറുതെ എഴുതിയാൽ മതി. 5 മോളാണ്. 5 പ്രാവശ്യം എഴുതുന്നതിന് പകരമായിട്ട് 5 ഗുണം 0.6 ഉണ്ട്. എല്ലാം നല്ല എളുപ്പമായില്ലേ? തന്മാത്രകളുടെ എണ്ണമാണ് എഴുതുന്നത്. ഇവിടെയും 5 ഗുണം, ഇവിടെ 10 ഗുണം എന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹരിച്ചപ്പോൾ 10 കിട്ടി. അതുകൊണ്ട് എന്തിനെ ഹരിച്ചപ്പോഴായിരിക്കും 18 കൊണ്ട് എന്തിനെ ഹരിക്കുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത്? 180. അപ്പം 180 ഭാഗം 10 ഭാഗം 18 സമം നമുക്ക് 10 കിട്ടി. ഒന്നുകൂടി ഇത് ശ്രദ്ധിച്ച്, വളരെ ഈസിയാണെന്നേ. ഇതിൻ്റെ മോളാർ മാസ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓരോ ചാർട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഈ തന്നിരിക്കുന്ന മാസ് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറെ തരും. അതിന് ഇതുകൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന മോളിൻ്റെ എണ്ണമാണ്. എത്ര മോളുണ്ട്, എത്ര ഡസൻ ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ എത്ര മോളുണ്ടെന്ന് പറയുന്നതാണ്. ആ കിട്ടിയതിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിലെ മൊത്തം തന്മാത്രകൾ കിട്ടും. അതെങ്ങനെ മനസ്സിലായി? ഒരെണ്ണമാണെങ്കിൽ ഒരു പ്രാവശ്യം എഴുതുകയാണെങ്കിൽ, 2 ആണെങ്കിൽ 2 ഗുണം മോളുകൾ എത്രയുണ്ടോ അത്രയും ഗുണം തന്മാത്രകളുടെ ആ അവഗാഡ്രോ നമ്പർ സംഖ്യ വെക്കുമ്പം നമുക്ക് തന്മാത്രകളുടെ എണ്ണം കിട്ടും. ഇപ്പോൾ കണക്കുകളാണെങ്കിലും ഈസി ആയിട്ട് എഴുതാവുന്ന കണക്കാണ് കേട്ടോ. കണക്കുകൾ നിറഞ്ഞ പോലെയുള്ളൊരു ചാപ്റ്റർ ആണെങ്കിലും പല തവണ ചെയ്ത് നോക്കണം. നമുക്ക് ഇച്ചിരി ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നതിന് നമ്മൾ നല്ല രസിച്ച് തന്നെ അങ്ങ് പഠിച്ചേക്കണം. സയൻസ് പഠിക്കാൻ തീരുമാനിച്ചിട്ട് നല്ല രസിച്ച് തന്നെ അങ്ങ് പഠിക്കണം. നമുക്ക് മാർക്ക് കിട്ടും. ഓരോ കോളമായിട്ട് തീർക്കുമ്പം ഈസിയാണ്. ഒന്നിച്ചങ്ങ് നോക്കുമ്പോഴൊരു സുഖക്കുറവ്. കുറേ കണക്കൊക്കെ കണ്ട് മടുത്തു എങ്കിലും വാതകങ്ങളുടെ വ്യാപ്തവും മോളും എന്ന് പറയുന്നത് ഇപ്പോൾ പഠിച്ചതുമായിട്ട് നല്ല ചേർച്ചയായതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് പഠിക്കുവേ. അതുകൊണ്ട് അതുകൂടി ഒന്ന് പറഞ്ഞു തരികയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പോലെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടേന്ന് തന്നെ നമുക്ക് അതൊന്ന് പഠിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വിശദീകരണം മതി. നമുക്ക് പരീക്ഷാ ചോദ്യം പഠിച്ചിട്ടാണ് വിശദീകരണത്തിന് പോലും പോകുന്നത്. അപ്പം നമ്മൾ ഈ ചാർട്ട് പോലെ നമ്മൾ ഒത്തിരി എണ്ണം ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, പെട്ടെന്ന് മോളാർ മാസ് ഒന്ന് ഫില്ല് ചെയ്യാമോ? 2 ഓക്സിജൻ ഉണ്ട്, 16 16 32. അമോണിയയുടെ ഒക്കെ തൊട്ട് മുമ്പത്തെ പേജിൽ ഒരു നൈട്രജൻ ഇട്ടും 3 ഹൈഡ്രജൻ 1 1 എന്നൊക്കെ ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. മോളാർ മാസ് ആണെങ്കിൽ മറക്കാതെ ഗ്രാം എഴുതിയാലേ മാർക്കുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മുൻ പേജുകളിൽ ചെയ്തെടുത്തതാണ്. അപ്പം 4 ഗ്രാം. NO2-വിൻ്റേതും നമ്മൾ ചെയ്തതെടുത്താണ് 46 ഗ്രാം. ഇനി നമുക്ക് 32 ഇവിടെ തന്നിരിക്കുന്ന മാസ് 32 ആയതുകൊണ്ട് നമ്മൾ അതും പഠിച്ചതാണ്. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. അതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ഓരോന്നായിട്ട് ചെയ്താൽ മതി. തന്നിരിക്കുന്ന മാസിനെ മോളാർ മാസ് കൊണ്ട് ഹരിക്കുന്നതാണ് മോളുകളുടെ എണ്ണം. കണ്ടോ, എന്ത് എളുപ്പമായിരുന്നു. 170-നെ 17 കൊണ്ട് 170-നെ 17 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇതിൻ്റേതും കിട്ടും. അത് 10. ഇനിയാണ് രസകരമായി പറയാൻ പോകുന്നത്. നമ്മൾ എവിടെയൊക്കെ 1 മോളുണ്ടോ അവിടെയൊക്കെ വ്യാപ്തം എത്രയായിരിക്കും? അവിടെ എല്ലാം വ്യാപ്തം 22.4 ആയിരിക്കും. അതിന് മാറ്റമില്ല. എവിടെയൊക്കെ 1 മോളുണ്ടോ വാതകങ്ങളുടെ വ്യാപ്തം
തുല്യമായിരിക്കും. ഒരു മോൾ ഏത് വാതകം, അത് ഓക്സിജൻ എടുത്താലും വേണ്ടില്ല, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും വേണ്ടില്ല, ഒരു മോളാണോ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഇനി ബാക്കി പറയുന്നതിന് മുമ്പ് ഇപ്പം പറഞ്ഞതൊന്ന് ശരിയാക്കി പറഞ്ഞിട്ട് പോകാം. ഈ മോളിലെ ചാർട്ട് എന്ന് കൂടി പറയാം. ഒരു മോൾ ഏതു വാതകത്തിനും, നമുക്ക് ഈ മോളിൽ പറഞ്ഞേക്കുന്നതൊക്കെ ഒഴിവാക്കാം. ഏറ്റവും എളുപ്പത്തിലല്ലേ ടീച്ചർ പറഞ്ഞു തരിക. ഒരു മോൾ ഏതൊരു വാതകത്തിനും 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടായിരിക്കും. ഒരു മോൾ, അത് ഏത് വാതകം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും. അതിനൊരു കണ്ടീഷനുണ്ട്. എടുത്തേക്കുന്ന താപനിലയെ തുല്യമായിരിക്കണം. എപ്പോഴും 271 കെൽവിൻ എന്ന് പറയുന്നതും മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദവും ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുന്നതിന് STP എന്നാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞില്ലേലും വേണ്ടില്ല, ഒരേപോലെ താപവും മർദ്ദവും ആയിരിക്കണമെന്നേ ഉള്ളൂ. കണ്ടോ, ഒരേപോലെ താപവും മർദ്ദവും ആയിരിക്കുമ്പോൾ ഒരു മോൾ ഏത് വാതകം എടുത്താലും, അത് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും ഓക്സിജൻ എടുത്താലും നൈട്രജൻ എടുത്താലും അതിലെല്ലാം 22.4 ലിറ്റർ വ്യാപ്തമാണ് അതിനുള്ളത്. അതുകൊണ്ടൊരു സ്പെഷ്യൽ വ്യാപ്തമാണത്, മോളാർ വ്യാപ്തം എന്നറിയുന്നത്. മോളിൻ്റെ വ്യാപ്തം, ഒരു മോൾ ആരെ എടുത്താലും എന്ത് ഗ്യാസ് എടുത്താലും അത് 22.4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 മോൾ എടുത്താലോ, 10 മോൾ എടുത്താൽ 10 കൊണ്ട് ആ 22.4 ഗുണിക്കണം നമ്മൾ. അപ്പം നമുക്ക് എത്ര കിട്ടും? 200. അപ്പം നമുക്ക് 224 കിട്ടും 10 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എത്ര മോള് പറഞ്ഞ് നമുക്ക് ഗുണിച്ച് എഴുതിയാൽ മതി. ഇപ്പം 3 മോളാണെങ്കിൽ 3 ഗുണം 224. 2 മോളാണെങ്കിൽ 2 ഗുണം 224. ഇവിടെ ഒന്നും ചെയ്യാൻ പോകാതെ തന്നെ കണ്ടുപിടിച്ച കാര്യം ഈസി അല്ലേ? ഒരു മോളെന്ന് കണ്ടാൽ നിങ്ങൾ 22.4 ലിറ്റർ എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. 10 മോളുണ്ടെങ്കിൽ അതിനെ 10 ഗുണം അത് ചെയ്യണം. കാരണം ഒരു മോളാണെങ്കിൽ 22.4, 10 മോളാണെങ്കിൽ അങ്ങനെ. ഇനി ഇവിടെ ഒരു ചാർട്ട് പൂരിപ്പിക്കാനുണ്ട്. ഇത് ഈ ഭാഗത്ത് എത്ര മാസമാണെന്ന് അറിയണം. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാണ് ഇവിടെ കിട്ടിയതെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി ഇത് ഇവിടെ നമുക്ക് നോക്കാം. 30 ഈ 1 ഇതുകൊണ്ട് നോക്കിക്കേ, ഈ 17നെ ഈ 10 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ ഇവിടെ 170 കിട്ടിയത്. നമുക്ക് മുകളിലത്തെ ഇങ്ങനെ കോളമായിട്ടാണ് തരുന്നതെങ്കിൽ മുകൾ ഭാഗം നോക്കിയിട്ടും ചെയ്യാം. ഈ 170 എങ്ങനെ കിട്ടി? 17 ഗുണം 10. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? 44 ഗുണം 3. അവിടെ ഇപ്പോൾ ഇവിടെ കിട്ടേണ്ടത് 44 ഗുണം 3. അതെങ്ങനെ മനസ്സിലായി? 170 കിട്ടിയത് ഈ 17 ഗുണം 10 അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യും. ഇവിടെ 46 ഗുണം 2 ചെയ്താൽ നമുക്ക് ഇവിടെയും കിട്ടും. അപ്പോൾ ഇവിടെ 92, ഇവിടെ 142. പട്ടിക കഴിഞ്ഞപ്പോൾ ഒരു പദസൂര്യനും കൂടെ തന്നാണ് ഈ ഭാഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വേറെ കാര്യങ്ങളാണ് കേട്ടോ. ഈ പദസൂര്യൻ പോലെയൊക്കെ തന്നുകൊണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരും. നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മുടെ പാഠപുസ്തകത്തിൽ കാണുന്ന പട്ടികകളും പദസൂര്യനും ചോദ്യങ്ങളും തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. നിങ്ങൾ ഒത്തിരി മാറിയും മറിച്ചും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യനാണ്. ഈ ചാർട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ ഇത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. 1 മോൾ ഹൈഡ്രജൻ വാതകം, ഹൈഡ്രജൻ ആറ്റം എന്നല്ല, ഹൈഡ്രജൻ വാതകം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആറ്റമാണ് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. ഇത് വാതകം എന്ന് പറഞ്ഞുകൊണ്ട് H2 എന്ന് തന്നെയാണ്. ഹൈഡ്രജൻ വാതകം അങ്ങനെ ഇരിക്കുന്നത്, ആറ്റമായിട്ടല്ല ഇരിക്കുന്നത്. ഇതൊക്കെ പലതവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ഹൈഡ്രജൻ വാതകത്തിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത്രയും ഒരു ഐഡിയ നമുക്ക് വേണം. ഇനി അത്രയൊന്നും ഇല്ലേലും 1 മോൾ എന്ന് പറഞ്ഞോ, അപ്പോൾ 2 കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും എഴുതാം. 1 മോളിൽ എപ്പോഴും 22.4 ലിറ്റർ വ്യാപ്തമായിരിക്കും. അതുപോലെ തന്നെ അത് എണ്ണം 6.022 ഗുണം 10⁻23 ആയിരിക്കും. അതിന് സംശയമേ ഇല്ല. ഇനി അതിൻ്റെ മാസ് 2 ഗ്രാം ആയിരിക്കുമെന്ന് സംശയമില്ല. കാരണം ഹൈഡ്രജൻ H2 ആണെന്ന് മനസ്സിലായത് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ 2 ഗ്രാം 1 2 ഗ്രാം ഹൈഡ്രജൻ വാതകമാണ്.
ആ 2 ഗ്രാമിനെ നമുക്കതിന് മോളാർ മാസ് എന്നല്ലേ നമ്മൾ എഴുതി വെച്ചുകൊണ്ടിരുന്നത്? അതെ, 2 ഗ്രാമിന് മോളാർ മാസ് എന്നാണ് എഴുതി വെച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളതുകൊണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാവുള്ളൂ. 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഹൈഡ്രജൻ വാതകത്തിൽ, അതുകൊണ്ട് അത് 2 മോൾ ഹൈഡ്രജൻ ആറ്റം എന്നും, ഈ ഒരു വാക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ, അതായത് 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് 1 മോൾ ഹൈഡ്രജൻ വാതകത്തിൽ 2 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. 2 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുണം 6.02 ഗുണം 10⁻22 ഹൈഡ്രജൻ ആറ്റമാണ്. മോളെന്ന് കാണുന്നിടത്ത് നമ്മൾ ഈ നമ്പർ ഇടുന്നുള്ളൂ, 2 ഗുണം. അപ്പോൾ ഇത് ബുദ്ധിമുട്ടില്ല. ഇനി ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്നുള്ളൂ. ഓരോന്നായിട്ട് തീർക്കുക. വ്യാപ്തം ചോദിച്ചാൽ മോളാണെങ്കിൽ ഇത്, നമ്പറാണ് ചോദിക്കുന്നത് മോളാണെങ്കിൽ ഇത്, മാസാണ് ചോദിക്കുന്നതില്ലെങ്കിൽ 2 ഗ്രാം അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പലതെണ്ണം പഠിപ്പിച്ചു, ബുദ്ധിമുട്ടുള്ളതൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ അതും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, പുസ്തകത്തിലേത് ശാന്തമായി പഠിച്ചാൽ മതി. നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് വ്യത്യാസപ്പെടുത്തിയ സമവാക്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ്, അത് അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. അതിനു മുമ്പ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇനി എന്തെങ്കിലും സംശയമൊക്കെ നേരിട്ടൊന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടീച്ചർ ഫിസിക്സിൻ്റെ ക്ലാസ്സും തരുന്നുണ്ട്. ഏത് പാഠമാണോ വേണ്ടത് അതിൻ്റെ പേരും സ്മിത ടീച്ചർ എന്നും കൂടെ ചേർത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠങ്ങൾ കിട്ടുന്നതാണ്. ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.